നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസം അടിച്ചു പൊളിച്ച ഒരു മഴ പെയ്തിട്ടുണ്ട് കേട്ടോ രാത്രിയിൽ. അപ്പോൾ ആ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല ഇടിയും മിന്നും കാറ്റും എല്ലാം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാനിതാ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു മാവിൻ്റെ ചോട്ടിൽ വന്നതാണ്. അപ്പോൾ ആ മാങ്ങ ഒക്കെ കണ്ട് പിന്നെ നമ്മുടെ മുറ്റത്ത് നല്ലോണം മാങ്ങ ഒക്കെ തൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് മതിയേനില്ല നമുക്കൊക്കെ പെറുക്കിയെടുക്കാൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 2 മിനിറ്റ് കൊണ്ട് നമ്മളെ വീട് ഒതുക്കത്തിലും ക്ലീനിലും ആക്കി എങ്ങനെ എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഫസ്റ്റത്തെ നമ്മളെ വീടിൻ്റെ ജനൽമേലും ടേബിൾമേലും മേശൻ്റെ മേലും എല്ലാ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല നമുക്ക് പെറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളുള്ള വീടുകളാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുണ്ടാവും. കുട്ടികളെ ബുക്ക് ഉണ്ടാവും, അതേപോലെ കളി സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം പെറുക്കി ഒതുക്കി വെക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഫോണിൻ്റെ ചാർജർ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവും. പിന്നെ അതേപോലെ ചീർപ്പുണ്ടാവും. അങ്ങനത്തെ അറ്റകുറ്റ സാധനങ്ങളൊക്കെ ജനലിൻ്റെ മേലെയും എല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചാൽ തന്നെ നമ്മുടെ വീട് ക്ലീനായി. അതിന് വെറും 2 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങളാണ് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ മടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അത് കുഴപ്പമില്ല വൃത്തികേടൊന്നും അല്ലല്ലോ എന്നുള്ള വിചാരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതായിനി ബെഡ്ഷീറ്റ് മാറ്റൽ. അപ്പോൾ എല്ലാ ഞായറാഴ്ചയാണ് കേട്ടോ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുക. അന്ന് തന്നെയാണ് ബെഡ്ഷീറ്റ് തിരുമ്പുകയും ചെയ്യുക. അപ്പോൾ ആ കട്ടിലിൻ്റെ അടി വൃത്തിയാക്കലും അങ്ങനെയൊക്കെ ഞാൻ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ചെയ്യൽ. കട്ടിലിൻ്റെ അടിയിൽ എന്തായാലും പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ലീനാക്കി വെച്ച്. പിന്നെ അതേപോലെ സോഫൻ്റെ കവർ ഞാൻ 2 ആഴ്ച കൂടുമ്പോഴാണ് മാറ്റുക. അപ്പോൾ ഇതിൽ പിന്നെ വലിയൊരു അഴുക്കൊന്നും ഉണ്ടാവില്ല, ഇവിടെ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ആഴ്ച കൂടുമ്പോഴാണ് ഇത് മാറ്റൽ. അപ്പോൾ അതും ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് സോഫൊക്കെ ഒന്ന് തട്ടി വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനും വെറും 2 മിനിറ്റ് മതി കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാമെന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൂടി ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ഒരു ബെഡ്ഷീറ്റും പിന്നെ അതേപോലെ സോഫൻ്റെ കവറും എല്ലാം കൂടി മെഷീനിൽ കൊണ്ടുപോയിടാണ്. മെഷീനിൽ ഉള്ളവർക്ക് മെഷീൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി കഴുകേണ്ടവർക്കാണെങ്കിൽ കുറഞ്ഞ സമയം ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ അതിൻ്റെ ചളിയൊക്കെ ഇളകും. പിന്നെ അതന്നെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ മെഷീനിലായതുകൊണ്ട് അത്ര പണിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മെഷീനിലിട്ടിട്ടുണ്ട്. വേറെ അലക്കാനൊന്നുമില്ല കേട്ടോ. ഒന്ന് നമ്മൾ മനസ്സൊന്ന് വെച്ചാൽ തന്നെ മതി കേട്ടോ. വീട് ഏത് സമയം 24 മണിക്കൂറും തന്നെ പറയാം നല്ല നീറ്റായിട്ടിരിക്കും. ഇതേപോലെ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ അത്. 2-3 മിനിറ്റ് കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതും നല്ല വീട് നല്ല അടിപൊളി ഓർഗനൈസ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. എന്നാലും പിന്നെ ചില ആളുകൾക്ക് എൻ്റെ ഈ ക്ലീനിങ് വീഡിയോ കാണുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നല്ല അഭിപ്രായം പറയുന്നവരുണ്ട്. അവർ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ്. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ എന്നെ കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും അതൊക്കെ ഉണ്ട്. അവരെ ഞാനൊരു സൈഡിലേക്ക് മാറ്റി നിർത്തുകയാണ്. അവരോട് ഒരു വെറുപ്പില്ല കേട്ടോ. കാരണം അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടാനാണെങ്കിൽ പോലും അവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ. അതൊക്കെ പറയുമ്പോൾ മൈൻഡ് വെറുതെ പ്രശ്നമാവും. പിന്നെ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കുക. പിന്നെ അതാണ് നമ്മൾ ടേബിൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഡെയിലി തുടയ്ക്കുക തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല പൊടിയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ജനലൊക്കെ തുറന്നിടുമ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പൊടി നല്ലോണം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ അടുത്തുള്ള ആ ഒരു ഗ്ലാസ് അതും ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചിടുക. അതേപോലെ തന്നെ 2-3 ദിവസം കൂടുമ്പോൾ തന്നെ ആ ഒരു ടവൽ നമ്മൾ മാറ്റണം കേട്ടോ. അത് എപ്പോഴും വൃത്തിയായിട്ട് ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ മുഖമൊക്കെ തുടയ്ക്കും കൈ തുടയ്ക്കുകയൊക്കെ ചെയ്യും. ഡൈനിങ് ഹാളിൽ വാഷ് ബേസിനുള്ള ആളുകളോട് ഒരു പ്രത്യേക അഭ്യർത്ഥന കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ആയാലും നിങ്ങൾ വലിയവരായാലും ഒരു കാരണവശാലും ഇവിടുന്ന് പല്ല് തേക്കരുത് കേട്ടോ. പല്ല് തേച്ചാൽ ഭയങ്കര ഒരു വൃത്തികേട് എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴും ചില സമയത്ത് നമ്മുടെ കൈ എത്തിക്കൊള്ളുന്നില്ല ആ വാഷ് ബേസിനൊന്ന് വൃത്തിയാക്കാൻ. പലപ്പോഴും നമ്മൾ വൃത്തികേടായി നമ്മുടെ വീടിരിക്കുന്ന സമയത്തേക്കും ഗസ്റ്റ് വരിക. അപ്പോൾ അവരുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് അത് പെടുക. അപ്പോൾ അത്രയും കാലം നമ്മൾ ക്ലീൻ ആക്കിയോണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വാഷ് ബേസിന് ഒന്ന് പല്ല് തേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുക അങ്ങനത്തെ ഒക്കെ ഒരു ആവശ്യത്തിന് എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ വാഷ് ബേസിൽ പല്ല് തേക്കുന്നതും. പല്ല് തേക്കാനായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഇല്ലാത്തവർ കണ്ടെത്തുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂം പോലെ തന്നെയാണ് വാഷ് ബേസിനും. ബാത്റൂം അതേപോലെ തന്നെ ആരെങ്കിലും കയറി വരുമ്പോൾ വൃത്തികേടായിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു കുറച്ചിലാണ്. അതേപോലെ തന്നെ ആണ് ഈ ഒരു വാഷ് ബേസിനും. അപ്പോൾ അത് ഏത് സമയത്തും ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ അങ്ങനെ നമ്മൾ പല്ല് തേക്കുന്നവരുണ്ടെങ്കിൽ അവരോട് തന്നെ അവിടെ നിന്ന് ആ സമയത്ത് തന്നെ ക്ലീൻ ചെയ്തിടാൻ പറയാം. അതുകൊണ്ട് എല്ലാവരും വൈറ്റൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അഴുക്ക് പെട്ടെന്ന് വരും കേട്ടോ. ശരിക്കും ഇതിൽ കൈ കഴുകിയിട്ടില്ലെങ്കിൽ പോലും ഇതിൽ അഴുക്ക് ഇങ്ങനെ പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മളതൊന്ന് കഴുകി ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കുക. ഒന്ന് ചെറുതായിട്ട് ഒരു 2 മിനിറ്റിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ക്ലീനിങ് കഴിയും. നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ കേട്ടോ. വല്ലപ്പോഴും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരിക. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തുള്ള പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗങ്ങളാണ് വാഷ് ബേസിനും പിന്നെ അതേപോലെ ഡൈനിങ് ടേബിൾ, സോഫ, നമ്മുടെ ബെഡ്റൂം, അങ്ങനത്തെ ഒക്കെ അലമ്പായിട്ട് ഇങ്ങനെ നിൽക്കുക. അതേപോലെ തന്നെ തുണികൾ അവിടെയും ഇവിടെയും വാരി വലിച്ചിടുക, കുട്ടികളെ കളിസാധനങ്ങൾ, ബുക്കുകൾ, പെന്നുകൾ, അങ്ങനത്തെ എന്ന് വേണ്ട സകല കുണ്ടാമണ്ടികളും നമ്മളെ ഈ ഡൈനിങ് ഹാളിലും കൊലായിലും എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ അതൊന്ന് മാറ്റുക. അതിനൊക്കെ കുറഞ്ഞ സമയം മതി കേട്ടോ. ഞാനിത് ആ വാഷ് ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ബ്രഷ് കാണാത്ത രീതിയിൽ അപ്പുറത്തേക്ക് മറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുകണമെങ്കിൽ അതെടുത്ത് കഴുകിയാൽ മതി. പിന്നെ അതേപോലെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എപ്പോഴും ചെരുപ്പ്, നമുക്ക് ആവശ്യമുള്ളതായാലും ആവശ്യമില്ലാത്തതായാലും നമ്മൾ ഒഴിവാക്കിയ ചെരുപ്പ് വരെ നമ്മളെ വീടിന് മുന്നിലുണ്ടാവും. ചില സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വീട് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ആദ്യം അതൊന്ന് ചെയ്ത് ആ ഒരു ചെരുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാ സമയത്തും തുടച്ചോളണമെന്നില്ല. തുടയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ തുടയ്ക്കാത്ത സമയമാണെങ്കിൽ പോലും ഡെയിലി നമ്മുടെ വീടിൻ്റെ മുൻഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിടുക കേട്ടോ. ആ ഒരു കൊലായി ഭാഗവും പിന്നെ അതേപോലെ ആ ഒരു ഇതുണ്ടാവില്ലേ, എന്താ പറയുക, സ്റ്റെപ്പ്, ആ ഒരു സ്റ്റെപ്പും വൃത്തിയാക്കിയിടുക. കാരണം എപ്പോഴും നമ്മളെ സ്റ്റെപ്പ് എന്താണെന്നറിയില്ല, ഒരു വൃത്തികേടായി കൊണ്ടിരിക്കും. നമ്മൾ ചവിട്ടണാണോ കുട്ടികൾ ചവിട്ടണാണോ എന്താണെന്നറിയില്ല, ആ ഭാഗം ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. ഡെയിലി കൊലായും ആ സ്റ്റെപ്പും നമ്മൾ തുടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കേട്ടോ, ഡെയിലി തുടയ്ക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് മറക്കാതെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ആ ചെടീൻ്റെ ഈ ബോട്ടിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി അടിച്ച് വാരി അവിടെയൊക്കെ ഒന്ന് തുടച്ചിടുക. പിന്നെ അതേപോലെ മാറ്റ്, ഞാനിത് ആഴ്ചയിലാണ് കേട്ടോ മാറ്റും മാറ്റൽ. അപ്പോൾ വലിയ വൃത്തികേടൊന്നും ഇവിടെ ആളുകളില്ലാത്തതിനോടാണ് കേട്ടോ അങ്ങനെ ആഴ്ചയിലാക്കുന്നത്. അപ്പോൾ അതേപോലെ കുട്ടികളും ചളികളൊക്കെ അത്തേ കയറുന്നവരുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും മാറ്റുകൾ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ മാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒടിഞ്ഞു തൂങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടാവും, മടങ്ങി ചുരുങ്ങി ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ, അതൊന്ന് തട്ടിക്കുടഞ്ഞ് നേരെ നിവർത്തിയാൽ തന്നെ ആ വീടൊന്ന് നല്ല വൃത്തിയായി. പിന്നെ അതേപോലെ അടിച്ചു വാരുന്നത് എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആക്കി തന്നെ അടിച്ചു വാരുക. ഡെയിലി 2 വട്ടെങ്കിലും അടിച്ചു വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് വിട്ടുപോയിട്ടുണ്ട് ഇനി ആ ഒരു ടീപ്പോയി, അത് അങ്ങനത്തെ ഒരു കളറായതുകൊണ്ട് പിന്നെ എന്താണ് കുളിങ്ങുള്ള ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി ഉണ്ടായിന് അതിൽ, ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇനി അത് പിന്നെ അടിച്ചു വാരുന്നതിൻ്റെ ഉള്ളിൽ കൂടി വന്നൊന്ന് തുടച്ചെടുത്തതാണ്. പിന്നെ അതേപോലെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ ഉണ്ടാവും, അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യമുള്ള നേരത്ത്. ഡെയിലി ചിലപ്പോൾ വെള്ളം ഒഴിക്കേണ്ടാത്തവരുണ്ടാവും, ഒഴിക്കേണ്ട ആവശ്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടത് വെച്ചാൽ അത് മറക്കരുത്, അല്ലാതെ അത് കരിഞ്ഞു പോകും. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട വിചാരിച്ച് മാസങ്ങളോളം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചില്ല, അത് കരിഞ്ഞു, അതിൻ്റെ ഭംഗിയും പോവും, വീട്ടിൻ്റെ ഉള്ളിലത്തെ ആ ഒരു എന്താ പറയുക ഒരു വൃത്തികേടും ആവും. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾക്കിതൊക്കെ ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മതിയില്ല. നമ്മൾ ഏറ്റവും നല്ല പവർഫുൾ ലേഡികൾ തന്നെയാണ്, ആ കാര്യത്തിൽ ഒരു സംശയവും. ഏതൊരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയലില്ലേ, അതേപോലെ തന്നെ നമ്മളെ കൈ എല്ലായിടത്തും വേണം. നമ്മുടെ കുടുംബത്തിലായാലും നമ്മളെ വീടിൻ്റെ ഉള്ളിലായാലും നമ്മളെ ഭർത്താക്കന്മാരെ കൂടെ ആയാലും നമ്മളെ മക്കളെ കൂടെ ആയാലും. ഓരോ വിജയത്തിൻ്റെ പിന്നിലുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ടാവും, ചിലപ്പോൾ സഹോദരി ഉണ്ടാവും, ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, അങ്ങനെ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മളെ കണ്ണും കാതും ചെവിയും എല്ലാ ഭാഗത്തും എത്തട്ടെ. ഇന്നിപ്പോൾ ഞാൻ അകമൊക്കെ നോക്കിയപ്പോൾ അടിച്ചു വാരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ പൊടിയോ ഒന്നും കാണുന്നില്ല, പക്ഷെ ഞാൻ അടിച്ചു വാരി. അപ്പോൾ കണ്ടില്ല പൊടിയൊക്കെ വന്നത്, അതാണ് പറയുന്നത്. നമുക്കൊരു 2 മിനിറ്റ് മതി നമുക്ക് അടിച്ചു വാരി ക്ലീൻ ആക്കാനായിട്ട്. ഇത് തലേ ദിവസം കിട്ടിയിട്ടുള്ള മുരിങ്ങയാണ് കേട്ടോ. നമ്മുടെ മരത്തും വന്ന് മൂത്തതായിട്ട് തോന്നും, പക്ഷേ മൂത്തിട്ടൊന്നുമില്ല. അത് ഇനി സൂപ്പ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ അത് ആ നോമ്പിന് നമ്മൾ നല്ലോണം ഈ വെള്ളം കലക്കാനൊക്കെ നാരങ്ങ ഉപയോഗിക്കില്ല. അത് ആ നാരങ്ങൻ്റെ തൊണ്ട് ഇതേപോലെ നമ്മളൊരു കുപ്പിയിലിട്ട് വെക്കുക കേട്ടോ. ആ കുപ്പിയിലിട്ട് വെച്ച സമയത്ത് കുറച്ച് ഉപ്പിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി, ഫ്രിഡ്ജിൽ വെച്ചതിന് ഇപ്പോൾ അത് എടുത്തപ്പോൾ കുറച്ച് വാടിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടിയിലും കുറച്ച് ഉപ്പ് ചേർക്കണം, പിന്നെ അതിൻ്റെ മേലെ നാരങ്ങൻ്റെ തൊണ്ടിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അത് നല്ല ചീഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അച്ചാറിടാം. പിന്നെ അതാ ഞാൻ ഈ കത്രിക വെച്ച് ഒന്ന് മുറിക്കാൻ നോക്കിയതാട്ടോ. എനിക്ക് യാതൊരു രക്ഷയില്ല കേട്ടോ, കത്രിക കൊണ്ട് ഈ ഒരു പരിപാടികൾ എനിക്ക് പറ്റൂല, എന്താണെന്നറിയില്ല. അധികം ആളുകളും ചെയ്യുന്നത് കാണാം, കത്രിക വെച്ചിട്ട് എന്തെല്ലാം ചെയ്യും, എനിക്കത് പറ്റൂല കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കവറ് മുറിക്കാൻ അങ്ങനത്തേനൊക്കെ കേട്ടോ കത്രിക ഉപയോഗിക്കൽ. എനിക്ക് എൻ്റെ കത്തി തന്നെ പറ്റുള്ളൂ. അങ്ങനെ അതാ വീണ്ടും കത്തി എടുത്ത് കൊണ്ടുവന്ന് ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ടിട്ട്
നാരങ്ങൻ്റെ തൊണ്ടിടുക, ഉപ്പിടുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതാ എപ്പോഴും പറയലില്ല എല്ലാവരും ഈ അച്ചാർ അധികം കൂട്ടരുത് അതാ പ്രധാന കാരണം അതാണ്, ഈ ഉപ്പിൻ്റെ ഒരു കളിയാണ് അതിൽ. അത് ഉപ്പ് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ആക്കിയാണ്. അപ്പോൾ ചെറുനാരങ്ങൻ്റെ തൊണ്ടൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ കിട്ടുന്ന സമയമായതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ അത് ആ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൈയോണ്ട് ഇങ്ങനെ കുലുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റുന്നത്. കുറച്ച് വാടിക്കണം കേട്ടോ താഴെയുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് കാണിച്ചതാണ്. പിന്നെ അതാ വീണ്ടും നമ്മൾ കിച്ചണിലേക്കാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത്. കിച്ചണിലെ ആ കൗണ്ടർ ടോപ്പും എല്ലാ ഭാഗമൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അത് കുറഞ്ഞ സമയം മതിയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കല്ലുപ്പിൻ്റെ പാത്രങ്ങളും പൊടിപ്പിൻ്റെ പാത്രവും അങ്ങനത്തെ ഒക്കെ. അതൊക്കെ ഒന്ന് ആ ഒരു ഉപ്പും കല്ലുപ്പും പൊടിപ്പൊക്കെ വെക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു ഉപ്പ് നമ്മളെപ്പോഴും കൈ കൊണ്ട് ആ ഉപ്പ് ഭാഗം എടുക്കുന്നില്ലെങ്കിലും അതിൻ്റെ പുറത്തൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ ലൈറ്റ് കളറായതുകൊണ്ട് ആ ഒരു പൊടി അഴുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ ഒരു നനഞ്ഞ ഒരു മൈക്രോ ഫൈബർ എടുത്തിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ട്രേയിൽ ഇതാ നമ്മൾ ഉപ്പ് എടുക്കുമ്പോൾ അതിലൊക്കെ ഉപ്പ് തൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ട്രേ ഒക്കെ ഒന്ന് തട്ടി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മളിതാ യഥാസ്ഥാനത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ആ കല്ലുപ്പും പിന്നെ അത് ആ ഒരു കട്ടിംഗ് ബോർഡില്ല, അത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മോനോ കാക്ക എൻ്റെ കണ്ണ് തെറ്റിയാൽ പോലും അതെടുത്തിട്ട് അരിയും. അപ്പോൾ ഞാൻ അവരെ ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ മാറ്റി വെക്കലാണ്. വേറെ 2-3 കട്ടിംഗ് ബോർഡ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ എടുക്കാനുള്ള അതിൽ വെച്ചാണ്. പിന്നെ അത് ചെറിയൊരു പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട്. അതൊരു ശല്യമാണ്, അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞ് കളിക്കുന്നുണ്ട്. നല്ലത് അങ്ങനെ കാണുമ്പോൾ ഒരു രസമാണല്ലോ, നമ്മളെ മനസ്സിനൊരു നല്ലൊരു സുഖമാണ് അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ വെച്ചാൽ. പക്ഷേ പ്ലാന്റ് നമ്മൾ വെക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിലത്തെ വെള്ളമൊന്നും മാറ്റിയില്ലെങ്കിൽ നമുക്ക് തന്നെ അപകടമാവും കേട്ടോ. അതിൽ കൊതുകോ കൂത്താടികളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതാ നമ്മൾ പഞ്ചസാരയും ചായപ്പൊടി അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഡെയിലി എടുക്കുന്നതിന് കൊണ്ട് തന്നെ നമ്മുടെ കൈയടയാളൊക്കെ ഉണ്ടാവും. അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്നും തുടച്ചാൽ മതി. ഇതിപ്പോൾ എൻ്റെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് അറിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗവും നമ്മൾ ആ എന്താ പറയുക നമ്മളെ കണ്ണിൻ്റെ മുന്നിലുള്ള നമ്മൾ കൈ തൊടുന്ന നമ്മളെ എന്താ പറയുക കൈ എത്തുന്ന എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് മതി നമുക്കിതിന്. അപ്പോൾ അതൊന്നും പാഴാക്കണ്ട കേട്ടോ. വെറുതെ നിൽക്കുന്ന സമയം ഏതെങ്കിലും ഇനി ഒരുപാട് ജോലിയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ എപ്പോഴും സമയം കിട്ടിയെന്ന് വരില്ല. എന്നാലും വെറുതെ ടൈമൊക്കെ ഉള്ളവർ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മളെ വീടും അടുക്കളയൊക്കെ വെക്കുക. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലീനിങ് നമ്മളാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ കാന്താരിക്ക് വലിപ്പമില്ലാത്തതിനോട് എനിക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് പഴുത്തിട്ടുണ്ട് ഇനി. അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് യഥാസ്ഥാനത്ത് വെക്കുക. ഇതിപ്പോൾ പൊലിച്ചൊക്കെ നമ്മൾ അത്താഴത്തിന് എണീറ്റ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്ലേറ്റും സാധനങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ നിന്ന് പോരൽ. അതുകൊണ്ട് രാവിലെ എണീറ്റാൽ പിന്നെ ആ ഒരു ഇതുണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പാത്രം കഴുകാതെ വെച്ച് പോയാൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അതുമല്ല നമ്മൾ നോമ്പൊക്കെ പിടിച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ആ സിങ്കിലേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ പോകുന്ന ഏത് സമയമാണെങ്കിലും പാത്രങ്ങളും ടേബിളും പിന്നെ അതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തുടച്ച് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോമ്പിന് നമ്മളെ വീടും അടുക്കളയൊക്കെ നല്ലൊരു എക്സ്ട്രാ ഒരു വൃത്തിയാണ് അല്ലേ. നമ്മൾ വൃത്തിയാക്കി വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല. അതുമാത്രമല്ല നമുക്ക് രാവിലെ കിച്ചണിലേക്ക് അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുട്ടികൾ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനൊക്കെ വന്നാൽ മതിയല്ലോ. പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരമല്ലേ പിന്നെ നമ്മൾ കുക്കിങ്ങിന് വരിക. അത് ആ ഒരൊറ്റ സമയം കൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തീരുകയും ചെയ്യും. അപ്പോൾ അതാ ഇതിൻ്റെ ഓരോരോ ക്ലീനിങ്ങുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ തീർത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ അടുപ്പൊന്ന് തുടച്ചിട്ടുണ്ടേനി. പിന്നെ അതേപോലെ ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു സ്റ്റാൻഡൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടേനി. പിന്നെ അതാ ഇന്നത്തെ നോമ്പിൻ്റെ ആണ് കേട്ടോ അത്. അപ്പോൾ അതാ ഇന്ന് വെച്ചാൽ രാത്രിയാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത്. പിന്നെ അതാ കടുക്ക നിറച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കാക്കൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ട് പോകുന്നൊരു ഫാമിലി കൊടുത്തതാണ്. പിന്നെ അത് ഉണ്ട് അവിൽ മിൽക്കാണ് കേട്ടോ കുടിക്കാൻ ജ്യൂസിന് പകരം. പിന്നെ അതാ കറി കഞ്ഞി, അത് കാക്കയ്ക്ക് പ്രിയപ്പെട്ടത്, കാക്കൻ്റെ പ്രിയപ്പെട്ട ചായ. എനിക്ക് അങ്ങനെ ചായ വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ നോമ്പിന്. പിന്നെ അതാ പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.